2026 വേൾഡ് കപ്പിൽ ഇപ്പൊ നമ്മൾ ഇനി വരാൻ പോകുന്ന മാച്ചാണ് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മാച്ച്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഡോൺ കാർലോന്റെ ടീമാണ് ബ്രസീൽ. പക്ഷെ അതിലപ്പുറത്തേക്ക് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പേരുണ്ട് ലൈനപ്പിൽ, നെയ്മർ ഏകദേശം നെയ്മർ ജൂനിയർ ഏകദേശം മൊറോക്കോക്കെതിരെയുള്ള മാച്ചിൽ ഇല്ല എന്നുള്ളത് കൺഫേംഡ് ആണ്. അപ്പോൾ പക്വേറ്റയാണ് ഇനി ആ ഒരു പൊസിഷനിൽ കളിക്കാനും പക്വേറ്റയാണ് എനിക്ക് തോന്നുന്നു നെയ്മറിന് പകരം വരാൻ പോകുന്നത്. അപ്പോൾ പക്വേറ്റ എത്രത്തോളം നെയ്മറിനൊരു റീപ്ലേസ്മെൻ്റ് ആവും അവിടെ, എങ്ങനെയായിരിക്കും പക്വേറ്റ ഗെയിമിനെ മൊറോക്കോക്ക് എതിരെ? മൊറോക്കോ നമുക്കറിയാം എങ്ങനത്തെ ടീമാണെന്നുള്ളത്, ഇപ്പോൾ അണ്ടർഡോഗ്സ് അല്ല, ഒരു പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ ആ ഒരു ടീമിനെതിരെ ഫസ്റ്റ് മാച്ചിന് കളിക്കുമ്പം പക്വേറ്റ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യും ബ്രസീൽ എന്ന ടീമിലേക്ക്? ഞാനത് നെയ്മറിൻ്റെ മിസ്സിങ്ങിനെ പറ്റി പറയാം. നെയ്മറിൻ്റെ മിസ്സിങ് ടീമിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമില്ല. ഏതൊരു ഫുട്ബോൾ ആരാധകനെയും ഈ വേൾഡ് കപ്പ് വീക്ഷിക്കുന്ന ഒരു ഫാനിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു പ്ലെയർ മിസ്സാവുമെന്ന് പറഞ്ഞാൽ, ഈ പൊതുവെ പത്രക്കാർ സ്ഥിരമായിട്ട് എഴുതുന്നൊരു വേർഡിങ്സ് ഉണ്ടല്ലോ, കാൽപന്ത് കളിയുടെ സൗന്ദര്യം എന്ന്. അത് പൊതുവെ ശരിക്കും പറഞ്ഞാൽ ബ്രസീലിയൻ ടീമാണ്. ഞാൻ ബ്രസീൽ ഫാനല്ല, എന്നാലും പറയാണ്. അപ്പോൾ അതിന് അണ്ടർലൈൻ ചെയ്ത് അങ്ങനത്തെ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ് നമ്മൾ നെയ്മർ. അദ്ദേഹത്തിൻ്റെ ട്രിബിളിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ അത് എൻജോയ് ചെയ്യാത്ത ഫുട്ബോൾ ഫാൻസ് ഉണ്ടാവില്ല. ആ റിവൽ ഫാൻസ് പോലും നമ്മൾ ആ ഒരു ട്രിബിളിങ് കാണുമ്പോൾ ഒന്ന് കൈയടിച്ച് പോകും. അങ്ങനത്തെ ഒരു പ്ലെയറാണ്. അപ്പം ടീമിനെ എത്രത്തോളം മിസ് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മൾ ഫാൻസിനും അല്ലേ, ഫുട്ബോൾ ആരാധകർക്ക് എല്ലാവർക്കും ഈ പ്രാവശ്യം മിസ് ചെയ്യപ്പെടുന്ന ഒരു പ്ലെയറാണ് നെയ്മർ. പക്ഷേ ഇപ്പം നമുക്കറിയാം ലാസ്റ്റത്തെ ഒരു 2-3 വർഷം കൊണ്ട് അദ്ദേഹം സൗദിയിലെത്തിയ മുതൽ തന്നെ എത്ര മാച്ചസ് അദ്ദേഹം കളിച്ചിട്ടുണ്ട്, എത്ര മാച്ചസ് പെർഫോം ചെയ്തിട്ടുണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വളരെ മോശമാണ്. അൽ ഹിലാൽ എന്ന് പറയുന്ന ക്ലബിന് വളരെ 2 വർഷം ഒരു ടീമിന് കളിച്ച് വിരലെണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റി. പരിക്കുകൾ കൊണ്ട് കരിയർ പൂർണ്ണമായിട്ടും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറിന് വേദനയോടെ പറയേണ്ട അവസ്ഥയാണ്. അപ്പം നെയ്മറിന് പകരം ലൂക്കാസ് പക്വേറ്റ വരുമ്പോൾ, ലൂക്കാസ് പക്വേറ്റ നമുക്കറിയാം അപ്പം വെസ്റ്റ് ഹാം യുണൈറ്റഡിൽ കളിക്കുന്ന കാലത്ത് മാഞ്ചസ്റ്റർ സിറ്റി പോലും സൈൻ ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരു പ്ലെയറായിരുന്നു. ആ ഒരു ഹൈ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. പക്ഷേ അവിടുന്ന് അദ്ദേഹം ആ ഒരു ഫോം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. നമ്മൾ ട്രാൻസ്ഫറിൽ ബ്രസീലിയൻ ക്ലബിലേക്ക് പോയിട്ടുണ്ട്. ബ്രസീലിയൻ ക്ലബിലും സ്റ്റാറ്റ് വൈസ് ഒന്നും പെർഫോമൻസ് നമുക്കൊരു ബ്രസീൽ സ്ക്വാഡിൻ്റെ നെടുന്തൂണാവാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ബാക്കിയെല്ലാം ഇതേപോലത്തെ ഒരു സ്റ്റേജിൽ ഫസ്റ്റ് മാച്ച് തന്നെ മൊറോക്കോ പോലത്തെ ഒരു സ്ട്രോങ് സൈഡ്, ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ആദ്യമാണെങ്കിൽ നമുക്ക് അണ്ടർഡോഗ്സ് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പ് പെർഫോമൻസ് നമുക്ക് കണ്ടാൽ എല്ലാവർക്കും അറിയാം, മൊറോക്കോ തോൽപ്പിച്ച ടീമുകൾ, സ്പെയിനിനെ പോലെ പോർച്ചുഗലിനെ പോലെയൊക്കെ ഉള്ള ടീമുകളെ നോക്കൗട്ട് ചെയ്ത ടീമാണ് മൊറോക്കോ. അങ്ങനത്തെ ഒരു ടീമായിട്ട് ഫസ്റ്റ് മാച്ച് വരുമ്പം ലൂക്കാസ് പക്വേറ്റ ഒക്കെ എത്രത്തോളം പെർഫോം ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. മൊറോക്കോ എന്ന ടീമിലേക്ക് നമുക്ക് അതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റൈറ്റ് വിങ് ബാക്ക്, ഫുൾ ബാക്ക് പൊസിഷനിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ബ്രസീലിൻ്റെ ഒരു സ്ക്വാഡിനെ നോക്കുമ്പം നമ്മൾ ആ ഫുൾ ബാക്കിൽ എന്തൊക്കെയോ ഡിഫെൻസും ഒക്കെ മാർക്കുനോസ്, ഗബ്രിയൽ, ഈ ഒരു സംഭവം അവിടെ സെറ്റാണ്, സ്റ്റേബിളാണ്. പക്ഷേ ഈ ഒരു റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്ക് എന്നുള്ള പൊസിഷനിൽ വരുമ്പം ഒരു സൈഡിൽ ഡാനിലോ, മറു സൈഡിൽ അങ്ങനത്തെ കുറച്ച് പ്ലെയേഴ്സാണ് ഉള്ളത്. പക്ഷേ അപ്പോഴും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വെസ്ലി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആണെന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ വെസ്ലി ഇല്ല എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഇനി എന്താ ഒരു ബാക്കപ്പ് എങ്ങനെയാണ്? കാരണം ഡാനിയൽ നമുക്കറിയാം ഏജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ ആളെ കൊണ്ട് എത്രത്തോളം ബ്രസീൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഫാക്ടർ നമുക്കറിയില്ല. അപ്പോൾ വെസ്ലിയുടെ ആ ഒരു അഭാവം എങ്ങനെയായിരിക്കും ബ്രസീൽ നാഷണൽ ടീം നികത്തുക? ഇപ്പോൾ നമുക്കറിയാം ഒരു ബ്രസീലിന് എന്നും ഒരു ലെഗസി കീപ്പ് ചെയ്ത പൊസിഷനുകളിൽ ഒന്ന് വിങ് ബാക്ക്, ഫുൾ ബാക്ക് എന്നുള്ള കഫു കാർലോസ് ഉണ്ടായിരുന്നു, മാർസലോ ഡാനിയലോസ്, അങ്ങനെ ഒരു വലിയ പാരമ്പര്യമുള്ളൊരു ഫുൾ ബാക്കുകളുടെ ഒരു നിര നമുക്ക് ബ്രസീലിലുണ്ടായിരുന്നു. ഈ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡിൻ്റെ ഒരു ചർച്ചകൾ നമ്മൾ കുറേ മുമ്പേ വേൾഡ് കപ്പിൻ്റെ ചർച്ചകൾ ചെയ്ത് ഒരുപാട് വീഡിയോ ചെയ്താൽ അന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഒരു കൺസേൺ ആയിരുന്നു ബ്രസീലിൻ്റെ ഈ ഒരു വിങ് ബാക്ക് കോമ്പിനേഷൻ. അത് വെസ്ലി ആയിരിക്കുമോ, ഡാനിലോ ആയിരിക്കുമോ, അലക്സാൻഡ്രോ ആയിരിക്കുമോ, ആരായിരിക്കും ആ ഒരു പൊസിഷൻസ് കളിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു കൺസേൺ ആയിരുന്നു. അന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു ഇതിനുള്ള മറുപടിയൊക്കെ വെസ്ലി നൽകും എന്നുള്ളത്. കാരണം അറിയാം നമുക്ക് വെസ്ലി എന്നുള്ള പ്ലെയർ യങ് ആണ്, അജയിലാണ്, ആളുടെ മൂവ്മെന്റ്സ് ഭയങ്കര ക്ലിയർ ആണ്, അത്യാവശ്യം നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലെയറാണ്. കാരണം നമുക്കറിയാം ബ്രസീലിൻ്റെ അറ്റാക്ക് എപ്പോഴും വിങ് ഓറിയൻറ്റഡ് പലപ്പോഴും കളിക്കുന്ന അല്ലെങ്കിൽ വിങ്ങിലൂടെയുള്ള പേസി അറ്റാക്സ് കളിക്കുന്ന ഒരു സ്റ്റൈലാണ് ബ്രസീൽ. അൻസ്ലോട്ടിയുടെ കേസിൽ അത് കുറച്ച് കൂടുതലാണ്. അൻസ്ലോട്ടിയും കൂടി വരുമ്പോൾ ആ ഒരു സ്റ്റൈൽ കുറച്ചുകൂടി മാറും. അപ്പം ആളുകൾക്ക് എപ്പോഴും ഒരു വിങ് ബാക്കിൽ ഭയങ്കര കൺസേൺ, കാരണം നന്നായി ഓവർലാപ്പ് ചെയ്യുന്ന, കോൺട്രിബ്യൂട്ട് ചെയ്ത് അതേപോലെ തിരിച്ചെത്തുന്ന പൊസിഷനെ ഡിഫെൻസീവ്ലി തിരിച്ചെത്തുന്ന ഒരു പ്ലെയർ വേണം. അപ്പം അത് വെസ്ലി ആണ് എന്നുള്ളത് ബ്രസീൽ ഫാൻസ് അത്രയും വിശ്വസിച്ചിരുന്നു. ആ പേരിൽ അവർക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു.
അതാണ് ഇപ്പോൾ നിലവിൽ ഇല്ലാതായത്. ഒരു പരിക്ക് പറ്റുന്നു, ആൾ പുറത്തു പോകുന്നു. എന്നാൽ പകരം കൊണ്ടുവന്നത് ഒരു റൈറ്റ് വിങ് ബാക്കിനെ ആണെങ്കിൽ കുറച്ചെങ്കിലും ആശ്വസിക്കാനൊരു വകയുണ്ടായിരുന്നു. പക്ഷെ വന്നതൊരു മിഡ്ഫീൽഡറാണ്, എഡേഴ്സൺ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഡാനിലോ ആണ് ഒരു പ്രൈം ഓപ്ഷൻ. അതർവൈസ് മുമ്പ് നമുക്ക് എഡർ മിലിറ്റാവോ ടീമിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. മിലിറ്റാവോ പാർട്ട് ടൈം റൈറ്റ് ബാക്ക് കളിച്ചിരുന്ന പ്ലെയറാണ്, പ്രത്യേകിച്ച് അൻസലോട്ടിക്ക് കീഴിൽ റൈറ്റ് ബാക്ക് കളിച്ചിരുന്നു. അപ്പം അങ്ങനെയെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മിലിറ്റാവോ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് റൈറ്റ് ബാക്ക് സ്വാഭാവികമായിട്ടും ഡാനിലോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഡാനിലോയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആള് നമ്മൾ മുമ്പ് റയലിൻ്റെ 16-17 സ്ക്വാഡിലൊക്കെ അല്ലെങ്കിൽ ഒരു സിനദിൻ സിദാൻ റയൽ മാഡ്രിഡിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് റയലിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഈ ഡാനിലോ എന്നുള്ളത്. അതായത് അത്രയും വർഷങ്ങളായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് ആളുടെ കയ്യിലുണ്ട്. പക്ഷേ ആ പഴയ എജിലിറ്റി ഉണ്ടോ, ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷന് പറ്റുന്ന ആ ഒരു സ്പീഡ് ആൾക്ക് ഉണ്ടോ എന്നുള്ളത് ഭയങ്കര കൺസേൺ ആണ്. കാരണം ആളുടെ ക്ലബ് പെർഫോമൻസ് ആയാലും ആളുടെ റീസെൻറ്റ് ബ്രസീലിയൻ പെർഫോമൻസ് ആയാലും അതൊന്നും അതിനെ മാച്ച് ചെയ്യുന്നില്ല. അതായത് വെസ്ലിയോളം അല്ലെങ്കിൽ വെസ്ലി തരാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസ് ഡാനിലോ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും റൈറ്റ് വിങ് ബാക്കിൽ ആളുടെ കോൺട്രിബ്യൂഷൻ കുറയാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പം അത് റഫീനിയ എന്ന പോലുള്ള റൈറ്റ് വിങ്ങറിൽ കളിക്കുന്ന പ്ലെയേഴ്സിന് കുറച്ചും കൂടി വർക്ക് ലോഡ് കൊടുക്കും. കാരണം അവിടെ ഓവർലാപ്പ് ചെയ്യുന്ന വിങ് ബാക്ക് ചെയ്യേണ്ട റോള് കൂടെ ഈ ഒരു വിങ്ങർ എന്ത് ചെയ്യേണ്ടി വരും, ഏറ്റെടുക്കേണ്ടി വരും. മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ റിസീവ് ചെയ്യും, ക്രോസുകൾ ഡെലിവറി ചെയ്യും, കുറച്ചും കൂടി ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാനുള്ള മൂവ്മെൻറ്റ്സ് നടത്തിയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു വിങ് ബാക്കിൻ്റെ പൊസിഷൻ വിങ് ബാക്കിലപ്പുറത്തേക്ക് ബാക്കി പ്ലെയേഴ്സിന് കൂടി കുറച്ചുകൂടി വർക്ക് ലോഡ് നൽകാനുള്ള സാധ്യതകളുണ്ട്. അത് ബ്രസീലിലെ അറ്റാക്കിന് കുറച്ചൊരു ബാധിക്കുക എന്നുള്ളത് വലിയ ബാധിക്കലൊന്നുമില്ല. കാരണം നമുക്കറിയാം റഫീനെ എങ്ങനെയാണ് ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യുന്നത്. ആളുടെ 100% കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടി ആൾക്കൊരു ഈസിനെസ്സിൽ കളിക്കാൻ കഴിയില്ല. കുറച്ചൊരു പ്രഷർ സിറ്റുവേഷനിൽ കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കേണ്ടി വരും, പ്രത്യേകിച്ച് മൊറോക്കോ പോലത്തെ ഒരു നല്ലൊരു സോളിഡ് ബാക്ക് ലൈനെതിരെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബ്രസീലിൻ്റെ ഫുൾ ബാക്ക് സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ആ ഒരു സ്ട്രൈക്കർ സോണ്. ഇപ്പോൾ അവിടെയുള്ള 3 നെയിംസ് എന്ന് പറയുന്നത് ഇഗർ തിയാഗോ, എൻട്രിക് ആൻഡ് മത്യാസ് കൂന്യ. എനിക്ക് പലപ്പോഴും മത്യാസ് കൂന്യ ഒന്നും കൂടെ ഒരു ക്രിയേറ്റർ റോളാണ് പലപ്പോഴും മത്യാസ് കൂന്യ ഉണ്ടാവല്. അപ്പം ആ ഒരു സ്ട്രൈക്കർ റോളിൽ ആരായിരിക്കും ഒന്നും കൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ ബ്രസീലിന്? ഇപ്പോൾ ഇഗർ തിയാഗോ കുറച്ചും കൂടെ ഫിസിക്കാലിറ്റി ഉള്ള പ്ലെയറാണ്, എൻട്രിക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചാനലൊക്കെ കണക്ട് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഹൂ വുഡ് ബി ദാറ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ബ്രസീൽ ആ ഒരു സ്ട്രൈക്കർ റോളിൽ? നമുക്കെപ്പോഴും ഈ ബ്രസീലിൻ്റെ ലിഗസി നമ്മൾ പറയുമ്പോൾ സ്ട്രൈക്കർ റോൾ അതെപ്പോഴും നമുക്ക് ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കേഴ്സിനെ, ഇപ്പം വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് നമ്പർ 9 നമ്മൾ ആരായാലും പറയാം റൊണാൾഡോ ആയിരിക്കും, പഴയ റൊണാൾഡോ. അപ്പോൾ ആ ഒരു പൊസിഷനിൽ റൊണാൾഡോ നസാരിയോ, ആ ഒരു റൊണാൾഡോ കളിച്ച പൊസിഷനിലേക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ വരുന്നത്. നമുക്ക് എങ്ങനെയായാലും അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴും അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ജോ പെഡ്രോ, ചെൽസിയുടെ പ്ലെയർ, ആ ചെൽസിയുടെ പ്ലെയറിന് ആ ഒരു സ്ക്വാഡിൽ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനർത്ഥം അതിലും ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സാണ് കോച്ചിൻ്റെ കണ്ടിൽ ഈ 3 പ്ലേയേഴ്സ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ 3 പ്ലേയേഴ്സിനെ നമുക്ക് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റും ചെയ്യാൻ പറ്റില്ല. അപ്പം മാത്യാസ് കുഞ്ഞ ഇപ്പോൾ യുണൈറ്റഡിന് വേണ്ടിയിട്ട് നല്ല പെർഫോമൻസ് കളിച്ചിരുന്ന പ്ലെയറാണ്. പക്ഷേ ഇതേ പറഞ്ഞ പോലെ ഒരു ചെറിയ ഇഞ്ചുറി പ്രോണാണ്. വുൾസിൽ നിന്നും യുണൈറ്റഡിൽ വന്ന സമയത്തൊക്കെ കുറച്ച് ഇഞ്ചുറി പ്രശ്നങ്ങളുള്ള പ്ലെയറാണ്. പിന്നെ നമ്മളെ ഇപ്പോഴത്തെ സെൻസേഷനാണ് ഇഗോർ. അദ്ദേഹം നമ്മൾ ഒരു വർഷം 2 വർഷം മുമ്പ് നമ്മൾ കേൾക്കാത്തൊരു പ്ലെയറാണ്. പെട്ടെന്നൊരു വന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ സീസണിൽ തന്നെ ഈ പ്രീമിയർ ലീഗിൽ എല്ലാവരും നോട്ടീസ് ചെയ്തൊരു പ്ലെയറായി മാറി. പ്രീമിയർ ലീഗ് സെക്കൻഡ് ടോപ്പ് സ്കോറാണെന്ന് തോന്നുന്നു. ഹാലൻഡ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതും ഈ പ്ലെയറാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് അയാളെ പ്രിഫർ ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്, ഇഗോറിനെ. എൻട്രിക്ക് കുറച്ചുകൂടെ ജൂനിയർ പ്ലെയറാണ്, ഏജിൻ്റെ ഇതുണ്ട്. റയൽ മാഡ്രിഡിൽ ഭയങ്കര ഹൈപ്പിൽ വന്ന് റയലിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ലയോണിൽ പോയതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും ആളുകളുടെ ശ്രദ്ധ നേടി തുടങ്ങിയത്. ഈ ഒരു അവസരത്തിൽ ഇഗോറിനാണ് ഫസ്റ്റ് ചാൻസ് ആയിട്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ കുഞ്ഞ. ഈ എൻട്രിക്കിന് ഒരു ഇമ്പാക്റ്റ് സബ്ബൊക്കെ ആയിട്ട് വരുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ വെസ്ലിക്ക് പകരം എഡേഴ്സൺ എടുത്തു എന്ന് പറഞ്ഞു. എഡേഴ്സൺ നമുക്കറിയാം ഒരു മിഡ്ഫീൽഡറാണ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയുന്നൊരു കാര്യമാണ്, കെസ്മീറോ ഉണ്ട്, ബ്രൂണോ ഗിമാരസ് ഉണ്ട്. പക്ഷേ ഈ 2 പ്ലെയേഴ്സ് കഴിഞ്ഞാൽ ആര് ബ്രസീലിൻ്റെ ബാക്കപ്പ് ആവും ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡിൽ? അപ്പോൾ അതിന് മേ ബി എഡേഴ്സൺ ഹെൽപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു ബാക്കപ്പ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, ഇവർക്ക് എന്തെങ്കിലും പറ്റി എങ്ങനെ ബ്രസീൽ മുമ്പോട്ട് പോകും, അതിന് പറ്റിയൊരു ബിഗ് നെയിംസ് ഒന്നും നമ്മൾ ആ മിഡ്ഫീൽഡിൽ കണ്ടിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും അതിന് യോജിച്ച ഒരു ഈവൻ ദോ റൈറ്റ് ബാക്ക് പൊസിഷനിൽ അത്ര ഫിറ്റ് ഇൻ ചെയ്യില്ലെങ്കിൽ കൂടിയും ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡിലോട്ട് വരുമ്പം എഡേഴ്സൺ ഒന്നും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പോൾ നമുക്കറിയാം എഡേഴ്സൻ്റെ ഒരു ബെസ്റ്റ് ടൈമാണ് ബേസിക്കലി ഇത്. കാരണം ആള് യുണൈറ്റഡിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നു, അത് കഴിഞ്ഞ് വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നു. ഈ ഒരു സിനാരിയോ നമ്മളൊന്ന് ബാക്കോട്ടേക്ക് ചിന്തിക്കുമ്പം എഡേഴ്സൺ എന്തുകൊണ്ട് യുണൈറ്റഡിലേക്ക് വന്നും ചിന്തിക്കണം. കസമീറോ എന്നുള്ളൊരു പ്ലെയർ ടീം ലീവ് ചെയ്യുമ്പോൾ അവിടെ വന്നൊരു വോയിഡ് ഉണ്ട്. ആ ഒരു പ്ലെയറിൻ്റെ ആ പൊസിഷൻ ഫില്ല് ചെയ്യാൻ
യുണൈറ്റഡ് സ്കൗട്ട് ചെയ്തെടുത്ത പ്ലെയറാണ് എഡേഴ്സൺ എന്നുള്ളത്. അപ്പം എഡേഴ്സൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ആ ഒരൊറ്റ ട്രാൻസ്ഫറിൽ നമുക്കറിയാം. കസമീറോയെ പോലെ അല്ലെങ്കിൽ എക്സാക്ട് ബാക്കപ്പ് എന്നുള്ളതല്ല, പക്ഷേ കസമീറോയുടെ വോയിഡ് ഫില്ല് ചെയ്യാൻ പറ്റിയ അതിന് പറ്റിയൊരു പ്രൊഫൈലാണ് എഡേഴ്സൺ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സ്റ്റാർട്ടിംഗ് പെയറിങ് എങ്ങനെയായാലും ഗുമേറസും അതുപോലെ തന്നെ കസമീറോ ആയിരിക്കും. അപ്പം ഇനി അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് എന്തുണ്ട്, ബ്രസീലിൻ്റെ കയ്യിൽ ഒരു ആൻസർ ഉണ്ട്. ഞങ്ങൾക്ക് എഡേഴ്സൺ ഉണ്ട് അവിടെ. അതായത് ഫെബീനോയെ ഞങ്ങൾക്ക് തേടി പോകേണ്ട ആവശ്യമില്ല. കാരണം ഫെബീനോ നമുക്കറിയാം അയാളുടെ ഒരു ബെസ്റ്റ് കഴിഞ്ഞ് യൂറോപ്പിൽ നിന്ന് പോയൊരു പ്ലെയറാണ്. സൗദിയിലാണ് കളിക്കുന്നത്. അവിടെ ഒരു പ്രോപ്പർ സ്റ്റാർട്ടറാണോ എന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടർ ആണെങ്കിലും ഒരു പഴയ ഫെബീനോയുടെ കുറച്ച് നേൽ മാത്രം കാണുന്ന രീതി മാത്രമല്ല. അപ്പം ആൾക്ക് പകരം അല്ലെങ്കിൽ ഒരു കസമീറോ കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ ബ്രസീലിന് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഈ ബ്രസീൽ എപ്പോഴും അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ സീക്കോയെ പോലെ അല്ലെ കക്കയെ പോലെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു CMF ഹോൾഡിംഗ് പൊസിഷനിലൊക്കെ അത്ര വലിയ പേരുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ബ്രസീലിൻ്റെ ഒരു ഫുട്ബോൾ ലെഗസിയിൽ ഒരുപാട് പേരുകൾ ഉണ്ടാവും. എന്നാൽ റീസെൻറ്റ് ടൈംസിൽ ഏറ്റവും അവസാന കുറച്ച് വേൾഡ് കപ്പുകളിലൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും ഫ്രെഡിനെ പോലുള്ള പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഫെർണാണ്ടിനോയെ പോലുള്ള പ്ലെയേഴ്സൊക്കെ ആയിരുന്നു അവിടെ കളിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഇപ്പം ബ്രസീലിൽ എന്തായാലും ഒരു കോമ്പാക്ട് പ്ലെയേഴ്സ് ഉണ്ട്. അതായത് ഗുമേറസിനെ പോലെ കസമീറയെ പോലെ പ്രീമിയർ ലീഗിൽ ഒരു സോളിഡ്ലി ഫിസിക്കലായിട്ട് കളിക്കാൻ പറ്റുന്ന, സോളിഡായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു പെയറിംഗ് ഉണ്ട്. പിന്നെ നമുക്കറിയാം കസമീറോ കാർലോ അൻസലോട്ടി എപ്പോഴും പ്രിഫർ ചെയ്യുന്ന പ്ലെയേഴ്സിൽ ഒരാളായിരുന്നു കസമീറോ. ആൾക്ക് എപ്പോഴും താല്പര്യമുള്ള അല്ലെങ്കിൽ അയാളുടെ ഒരു കൺസേൺ, ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ ആയിരുന്നു കസമീറോ പോലെ. അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈലുള്ള പ്ലെയേഴ്സ്, ഡിഫെൻസീവ് ഓറിയൻറ്റഡ് ആയിട്ട് കളിക്കുന്ന എന്നാൽ അറ്റാക്കിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, മറ്റവരുടെ അറ്റാക്കിനെ ഡിനൈ ചെയ്യുന്ന, എപ്പോഴും ഡെലിവർ ചെയ്യുന്ന, മറ്റുള്ള പാസുകളുടെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് എന്നുള്ളത്. ഇപ്പം റയലിൽ ഏറ്റവും അവസാന കാലഘട്ടത്തിലാണെങ്കിൽ അത് ഷൗമനിയും പോലുള്ള താരങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് കളിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് കസമീറോയും ഗുമേറസും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എഡേഴ്സണിനെയും അയാൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൃത്യമായിട്ട് അവിടെ കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് ബ്രസീൽ എന്ത് ചെയ്യുക, മിഡ്ഫീൽഡിലുള്ള കളി ക്രിയേറ്റ്, നെയ്മറിൻ്റെ ഒരു വോയിഡൊക്കെ നമ്മൾ പറയുമ്പം നെയ്മർ ഇല്ലെങ്കിൽ ആ ബോൾ അവിടുന്ന് വരുമ്പോൾ മിഡ്ഫീൽഡിൽ തന്നെ ആ ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ. അതാണ് എഡേഴ്സൻ്റെ ഒരു വരവിൽ ബ്രസീൽ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ട് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഓപ്ഷൻ കോച്ചായിരിക്കും പിക്ക് ചെയ്തിട്ടുണ്ടാവുക, ആരായിരിക്കും പകരം കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. ബോർഡിലപ്പുറത്തേക്ക് അത് കോച്ചിൻ്റെ സെലക്ഷനാണ്. കോച്ചിനറിയാം ഇപ്പോൾ ഈ ഒരു ട്രെയിൻ ചെയ്യുമ്പോൾ ഈ ടീമിൽ എവിടെയാണ് പ്രശ്നമുള്ളത് എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് അൻസലോട്ടി മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എഡേഴ്സനെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ബ്രസീലിന് കാര്യമായിട്ട് ഗുണം ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ ഇനി രണ്ടുപേരോടും കൂടെ ചോദിക്കാം. കാരണം ബിഗ് മാച്ചാണ് വരുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ നിലവിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബിഗ് മാച്ച്, ഫസ്റ്റ് ബിഗ് മാച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ എന്നുള്ള ഒരു മാച്ചായിരിക്കും. മൊറോക്കോനെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ബിക്കോസ് മൊറോക്കോ എന്നുള്ള ടീം നമുക്കറിയാം 2022 അവർ കാണിച്ചു തന്നതാണ്. ഇനി ആഫ്കോൺ ചാമ്പ്യൻഷിപ്പിലാണെങ്കിലും നമ്മുടെ മൈൻഡിൽ സെനഗലാണ് ചാമ്പ്യൻസ് എന്നെങ്കിൽ കൂടി 3 മാസത്തിന് ശേഷം ഒരു ചാമ്പ്യൻസായി പ്രഖ്യാപിച്ച ടീമാണ് മൊറോക്കോ. ആൻഡ് അതുവരെ അവരുടെ ആഫ്കോൺ കപ്പിലുള്ള റൺ എന്ന് പറയുന്നത് ബ്രില്യൻ റൺ തന്നെയായിരുന്നു ഈ മൊറോക്കൻ ടീമിൻ്റെത്. അപ്പം അഷ്റഫ് ഹക്കീമിനെ പോലത്തെ ഒരു ഫുൾ ബാക്ക് ഒരു സൈഡിലുണ്ട്. ഇനി മസ്റൂയിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ പവർ പാക്ഡ് ആയിട്ടുള്ള ഫുൾ ബാക്സ് ഉള്ള ഒരു ടീമാണ് മൊറോക്കോ. വേറെസ് ബ്രസീലിൻ്റെ ആ ഒരു ആബ്സെൻസ്, നമ്മൾ ആ ഒരു വോയിഡ് എവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫുൾ ബാക്ക് പൊസിഷനിലാണ്. അപ്പോൾ ഇങ്ങനെ എന്താണ് പേസ് ആയിട്ട് പോകാൻ പറ്റുന്ന 2 ഫുൾ ബാക്സ് ഉള്ള ഒരു ടീമാണ് മൊറോക്കോ. ബ്രസീലിയൻ ലെജൻഡ്സായ കഫുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് അഷ്റഫ് ഹക്കീമി. യെസ്, ഓഫ് കോഴ്സ് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരിക്കാം. ഞാൻ കഫുവിൻ്റെ മാച്ച് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു അവരേറ്റ് നേരിടുമ്പോൾ എങ്ങനെ ആയിരിക്കും ബ്രസീൽ, എവിടെ ആയിരിക്കും ആ ഒരു കോമ്പറ്റീഷൻ? ഒരു പേരോട് ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ വേൾഡ് കപ്പിൽ ഒരു വണ്ടർ കിഡ് ആവാൻ ചാൻസ് ഉള്ളത് അയൂബ് ബോണ്ടി. അപ്പം ആ പ്ലെയർ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമുള്ളതിനെക്കാട്ടും ഇവർ ഇങ്ങനത്തെ ഒരു പ്ലെയറോട് വന്നപ്പോൾ, ഈ ഒരു പ്രൊഫൈലോട് വന്നപ്പം മൊറോക്കോ ടീം ഒന്നുകൂടെ സ്ക്വാഡ് സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്യുന്നത്. ബോണ്ടി എന്ന് പറഞ്ഞൊരു പ്ലെയറോട് വന്നപ്പം ആൾ യങ് ആണ്, 18 വയസ്സേ ഉള്ളൂ. പക്ഷേ ഈ വേൾഡ് കപ്പിൽ നമ്മൾ ഈ വേൾഡ് കപ്പിന് ശേഷം അല്ലെങ്കിൽ ഈ വേൾഡ് കപ്പിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പം എടുത്തു പറയുന്നത്, ഇതിന് ശേഷം പറയുന്ന ഒരു പേര് ആയി മാറാൻ സാധ്യതയുള്ളത് ഈ ഒരു പ്ലെയറാണ്. ഈ വേൾഡ് കപ്പിന് ഒരു വണ്ടർ കിഡ് ആവാൻ സാധ്യതയുള്ള പ്ലെയറാണ്. സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള മാച്ചസിലൊക്കെ കോച്ച് ആ സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിൽ കാണുന്ന ഒരു പ്ലെയർ ഈ ഒരു പ്ലെയറാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും നമുക്ക് ആ ഒരു പീക്ക് പെർഫോമൻസ് കാണുക? ഏത് സോണിലായിരിക്കും ആ ഒരു 1v1 അങ്ങനത്തെ സംഭവങ്ങൾ എവിടെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു മൊറോക്കോ വേഴ്സസ് ബ്രസീൽ മാച്ചിൽ? മൊറോക്കോ നമുക്കറിയാം, മൊറോക്കോയെ നമുക്ക് മുമ്പൊക്കെ മൊറോക്കോ നമുക്ക് ഒരു അണ്ടർഡോഗ്സ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് എലമെന്റ് ഉള്ള ഒരു ടീം ആയിരിക്കും എന്നായിരുന്നു നമ്മൾ പല വേൾഡ് കപ്പിലും ഡിസ്കസ് ചെയ്തത്. പറയുന്ന പോലെ ആയേക്കാം സാധ്യതകൾ മാത്രം പറഞ്ഞു തരും. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ മൊറോക്കോ വേഴ്സസ് ബ്രസീൽ എന്നൊരു ബിഗ് മാച്ച് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ചേഞ്ച് അവർ കഴിഞ്ഞൊരു വേൾഡ് കപ്പ് മുതൽക്ക് ഇങ്ങോട്ടേക്കുള്ള 4 വർഷം കൊണ്ട്
അവരുണ്ടാക്കിയെടുത്തു എന്നുള്ളത്. കഴിഞ്ഞ വർഷം സെമി ഫൈനലിസ്റ്റാണ്, എന്നിരുന്ന അവിടെ ജയിച്ചു പോയ ടീം അല്ലെങ്കിൽ സെമിയിൽ അവർ തോറ്റു മടങ്ങി എന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു പെർഫോമൻസിനെ എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം സ്പെയിനെ തോൽപ്പിക്കുന്നു, പോർച്ചുഗലിനെ തോൽപ്പിക്കുന്നു, അതൊക്കെ ഒരു ഭാഗ്യം കൊണ്ട് ജയിച്ച അല്ലെങ്കിൽ ഒരു 1 ലക്ക് ഗോളൊന്നുമല്ല. കാരണം നന്നായി കളിച്ച് ഡോമിനേറ്റ് ചെയ്ത് സ്പെയിനെതിരെ ഷൂട്ടൗട്ടിലേക്ക് എത്തിക്കുന്നു, പോർച്ചുഗലിനെതിരെ നന്നായി കളിച്ച് വിജയിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് ഒരു മൊറോക്കോ കളിച്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ ഈ ഒരു വർഷത്തേക്ക് 4 വർഷം കഴിഞ്ഞ് വരുമ്പം 1-2 പേരുകൾ അതിൽ മിസ്സിംഗ് ആണ്. ഒന്ന് യൂസുഫ് അൽ നസീർ എന്നുള്ള സ്ട്രൈക്കറാണ്, ബോഫലിനെ പോലുള്ള താരങ്ങളാണ്. ഈ ഒരു പേരുകളൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, മൊറോക്കോയെ ഒരു വലിയ ടീമായിട്ട്, ഒരു ബിഗ് ടീമായിട്ട് കൺസിഡർ ചെയ്യുന്നതിൻ്റെ കാരണം അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേ ആണ്. അവർക്ക് എപ്പോഴും വിങ് ഓറിയൻറ്റഡ് പ്ലേ മാത്രമല്ല, അവർക്ക് ഒരു എതിർ ടീമിൻ്റെ ടാക്ടിക്സ് മനസ്സിലാക്കി സാഹചര്യത്തിനൊത്ത് സ്വന്തം ടീമിൻ്റെ ലൈനപ്പിനെയും ഫോർമേഷനെയും ടാക്ടിക്സിനെയും മാറ്റാനുള്ളൊരു കഴിവുണ്ട്. ഒരു അഡാപ്റ്റ് ചെയ്യുക, ഫ്ലെക്സിബിൾ അപ്പുറത്തേക്ക് നമുക്ക് അഡാപ്റ്റ് ചെയ്യാന്ന് പറയാം. നമ്മൾ സാഹചര്യത്തിനൊത്ത് ഒരുങ്ങുക എന്നുള്ള രീതി. പ്രത്യേകിച്ച് ആഫ്രിക്കൻ ടീമുകൾ എപ്പോഴും വേൾഡ് കപ്പിൽ വരുമ്പോൾ അങ്ങനെയാണ്. അവർ പല ടീമുകളെ ഞെട്ടിക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം അവർക്ക് ഒരു സ്റ്റൈലല്ല, അവർക്ക് ഓരോന്നും ഓരോ സ്റ്റൈലാണ്. അതായത് നന്നായി അറ്റാക്ക് ചെയ്യുന്ന ടീമിനെതിരെ ഡിഫെൻഡ് ചെയ്ത് കളിക്കും, നന്നായി ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന ടീമിനെതിരെ അറ്റാക്ക് ചെയ്ത് കളിക്കും. ഇനി ഒരു ബാലൻസ്ഡ് ടീമാണ്, ഇവരും ബാലൻസ്ഡ് ആയിട്ട് കളിച്ച് അതിനെ ഓവർകം ചെയ്യാനുള്ള വരും. അപ്പോൾ നന്നായി ലോങ് പാസസ് കളിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, കുറച്ചുകൂടി ബാക്ക് ഇറങ്ങി ഒരു ഏരിയൽ ബോളുകളൊക്കെ വിൻ ചെയ്യുന്ന രീതിയിൽ കളിക്കും. ഷോർട്ട് പാസസ് ആണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന രീതി, ആ ഒരു ടാക്ടിക്സിനെ അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ആഫ്രിക്കൻ ടീംസിലുണ്ട്, പ്രത്യേകിച്ച് മൊറോക്കോയിലേക്കുണ്ട്. ഞാൻ ഈ ഒരു മാച്ചിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും നോക്കി കാണുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യസീൻ ബോണോ എന്നുള്ളൊരു പ്ലെയറുടെ ഒരു പെർഫോമൻസ് ആണ്. കാരണം കഴിഞ്ഞൊരു വേൾഡ് കപ്പിൽ മൊറോക്കോയുടെ റണ്ണിൽ നമ്മൾ പലപ്പോഴും ഹക്കീമിയുടെ പേര് പറയും, ഹക്കീം സിയച്ചിൻ്റെ പേര് പറയും, ബോഫലിനെയും യൂസുഫ് അൽ നസീരെയും ഒക്കെ പറയും, അല്ലെങ്കിൽ അമർബാത്തിനെ പോലുള്ള ഒരുപാട് ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സിൻ്റെ പേര് പറയുമ്പോൾ യസീൻ ബോണോ എന്നുള്ള പ്ലെയറിൻ്റെ ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. കാരണം ആ ഒരു മൊറോക്കോ എന്നുള്ള ടീമിൻ്റെ ഗോൾ വല അയാളെ കടന്നു പോകൽ അത്രയും പ്രയാസപ്പെട്ടതാണ്. ആഫ്കോണിലും ആളാ ഒരു പെർഫോമൻസ് നമ്മൾ മൊറോക്കോ ടീമിനെ പറയുമ്പോൾ ഫസ്റ്റ് പറയേണ്ട പേര് ഗോൾ കീപ്പർ എന്നുള്ളത്. കാരണം അഷ്റഫ് ഹക്കീമി വരെ ആളുടെ സേവുകൾ അത്രയും ക്രൂഷ്യലാണ്. വേൾഡ് കപ്പ് കംപ്ലീറ്റ് ആളാണ് ഒറ്റക്ക് ജയിച്ചെന്ന് പറയാം. ഇപ്പോൾ ഒരു 18 വേൾഡ് കപ്പിൽ ബ്രസീലിന് എവിടെ പിഴച്ചത്, ബെൽജിയത്തിനെതിരെ, അതും തിബോ കോർട്ടോക്കെതിരെ ഒരു നല്ല ഗോൾ കീപ്പർ വന്നപ്പം ബ്രസീലിന്റെ അറ്റാക്കിംഗ് നിര ഒന്നാകെ അതിന് മുന്നിൽ തകർന്നു പോയി എന്നുള്ളതാണ്. 2022 വരുമ്പം ഒരു ക്രൊയേഷ്യക്കെതിരെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുമ്പോൾ ലിവാക്കോവിച്ച് എന്നുള്ളൊരു ഗോൾ കീപ്പർ ബ്രസീലിന്റെ ഒരു മുന്നിൽ ഭയങ്കര ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ ആ ഒരു ഷൂട്ടൗട്ടിലേക്ക് എത്തിച്ചതിലും ആ ഗോൾ കീപ്പറുടെ റോള് ഭയങ്കര നിർണായകമായിരുന്നു. ഒരൊറ്റ തവണ നെയ്മറിന് മാത്രമാണ് മാച്ചിനിടയിൽ അയാളെ ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അത്രയും നന്നായി അയാൾ ഗാർഡ് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ കോർട്ടോയെ പോലെ ലിവാക്കോവിച്ചിനെ പോലെ തന്നെ ബ്രസീലിന് വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ള ഒരു ഗോൾ കീപ്പറാണ് യസീൻ ബോണോ. സ്വാഭാവികമായിട്ട്, കാരണം ഒരു പ്ലെയർ ഷോർട്ട് സ്റ്റോപ്പറാണ്, ആള് സ്വീപ്പറാണ്, അതിലപ്പുറത്തേക്ക് പെനാൽറ്റി എക്സ്പെർട്ടാണ്. അതായത് എല്ലാ മേഖലകളിലും ബ്രസീലിന് എങ്ങനെയൊക്കെ ഗോൾ നേടാനാവുമോ അതിലൊക്കെ ആൾ എന്ത് ചെയ്യുന്നുണ്ട്. ആളുടെ ഒരു പവർഫുൾ സോണാണ്, എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ഗോൾ കീപ്പറാണ്. കാരണം യൂറോപ്പിലെ പല ടീമുകളും ആളെ നോട്ടമിട്ടൊരു സമയത്ത് സൗദി അത്രയും പൈസ മുടക്കി ആളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്, അൽ ഹിലാൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് അതിൻ്റെ എക്സാമ്പിളാണ്. അത് വെറുമൊരു ക്യാഷ് ബ്ലണ്ടർ എന്നല്ല, അവർ പൈസ വാരി എറിഞ്ഞ് കൊണ്ടുപോയത്. അതൊരു ടാക്ടിക്കൽ മൂവായിരുന്നു. കാരണം ബോണോ എന്നുള്ള പ്ലെയർ അത്രയും വേൾഡ് ക്ലാസ് ആണ് എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഞാൻ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് കാത്തിരിക്കുന്നത് യസീൻ ബോണോയെ ബ്രസീൽ എങ്ങനെ നേരിടുന്നു, അല്ലെങ്കിൽ എങ്ങനെ മറികടക്കുന്നു എന്നുള്ളതിലാണ്. ഹക്കീമിയുടെ കാര്യമൊക്കെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സാണ്. പക്ഷേ അതിലപ്പുറത്തേക്ക് യസീൻ ബോണോ എന്നുള്ള പ്ലെയറിനെ എങ്ങനെ ബ്രസീലിയൻ അറ്റാക്ക്, എൻട്രിക്കിനെ പോലെ, ഇഗോർ തിയാഗോ പോലെ, കുഞ്ഞിയെ പോലെ വേൾഡ് കപ്പ് വേദിയിലെ പുതുമുഖങ്ങളാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരൊക്കെ വരുമ്പം വേൾഡ് കപ്പ് കളിച്ച എക്സ്പീരിയൻസ് ഉള്ള, പോർച്ചുഗലിനെയും സ്പെയിനെയും നേരിട്ട, ഫ്രാൻസിനെതിരെ കളിച്ച, അല്ലെങ്കിൽ ഈ സോ കോൾഡ് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സിനൊക്കെ നേരിട്ട യസീൻ ബോണോയെ ഇവരെങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു. എനിക്ക് തോന്നുന്നു മറ്റേ ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ തന്നെ അല്ലായിരുന്നു യസീൻ ബോണോന്റെ ഒരു ബ്രില്യൻ സേവ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഗോൾ കീപ്പറാണ് യസീൻ ബോണോ. പക്ഷെ അതിലപ്പുറത്തേക്ക് നമുക്ക് ഇനിയിപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പം നമുക്കറിയാം വിനീഷ്യസ് ജൂനിയറിനെ പോലത്തെ ഒരു വിങ്ങർ ഒരു സൈഡിലുണ്ട്, റഫീനെ പോലത്തെ ഒരു വിങ്ങർ ഒരു സൈഡിലുണ്ട്. അപ്പം ഈ വിനീഷ്യസ് ജൂനിയർ അഷ്റഫ് ഹക്കീമി ബാറ്റിൽ ക്രൂഷ്യലായിരിക്കും, അതുപോലെ തന്നെ റഫീന മസ്റോയി ബാറ്റിലും ക്രൂഷ്യലായിരിക്കും. അപ്പോൾ ആ ഒരു സൈഡിനെ കുറിച്ച് എന്താണ് ഷംസിൽക്കൊക്കെ ഫീൽ ചെയ്യുന്നത്? അതിൽ ഞാൻ കാണുന്നത് അഷ്റഫ് ഹക്കീമി കൂടുതൽ അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ട് പോകുന്ന ഒരു പ്ലെയറാണ്. അത് നമ്മൾ ബ്രസീലിയൻ വിംഗേഴ്സിന് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യും. ആ പ്ലേയേഴ്സ് പെട്ടെന്ന്, പ്രത്യേകിച്ച് ബ്രസീലിയൻ പ്ലേയേഴ്സ് ആ സ്പേസ് ഓട്ടോമാറ്റിക്കലി വന്നു പോകും. ഈ ഒരു പ്ലെയർ ഫുൾ ബാക്ക് അറ്റാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സ്പേസ് എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഈ സ്പീഡി ആയിട്ടുള്ള വിംഗേഴ്സ് ആയതുകൊണ്ട് അവർക്ക് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഗോൾ ചാൻസ് ആക്കി മാറ്റാൻ ഈ റഫീഞ്ഞ, നമ്മൾ വിനീക്കൊക്കെ പറ്റും. അങ്ങനത്തെ പ്ലേയേഴ്സാണത്.
അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി നമുക്കൊരു പ്രഡിക്ഷൻ പോലെ ചോദിക്കാം. ഒരു 2 പ്ലേയേഴ്സിന്റെ കാര്യം നമുക്ക് പറയണ്ടായിരുന്നുണ്ടോ? വിനീഷ്യസിനെ പറഞ്ഞിരിക്കുക, നമുക്ക് അതേപോലെ തന്നെ ബ്രൈം ഡൈസിനെയും പറയാം. ഒരുമിച്ച് കളിച്ച നമ്മള് മൊറോക്കോ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഈ പ്രാവശ്യം സ്ട്രെങ്ത് ആവാനുള്ള 2 കാരണങ്ങൾ. ഒന്ന് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ 2-3 പ്ലേയേഴ്സിനെ നമ്മൾ മിസ് ചെയ്യുന്നത്. ഇപ്പം ഹക്കിം സിയച്ചിനെ മിസ് ചെയ്യുന്നു. അപ്പം ഹക്കിം സിയച്ചിനെ നമുക്ക് മിസ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതേ ക്വാളിറ്റിയിലുള്ള പ്ലെയർ അവിടെ വരുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ അവർ സ്ട്രൈക്കർ ഇസ്മായിൽ സൈബരി എന്ന് പറയുന്ന പേരും നെസേരി പോയത് നമ്മളറിയാത്തത് ഇതേപോലത്തെ ഒരു സ്ട്രൈക്കർ അവിടെ വന്നിട്ടുണ്ട്. ഇൻഫോം സ്ട്രൈക്കറാണ്, കളിക്കുന്നത് ഡച്ച് ലീഗിലാണെങ്കിൽ കൂടി അവിടെ ഭയങ്കര ഫോമിൽ കളിക്കുന്ന പ്ലെയറാണ്. അപ്പം അവർക്ക് ഏതൊക്കെ പ്ലേയേഴ്സ് പോയിക്കണോ അത് കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്യാൻ ഈ ടീമിന് പറ്റി. നമ്മൾ ബ്രസീലിൽ നിന്ന് നമ്മൾ ഭയങ്കര കൺസേൺ ആയിട്ട് പറഞ്ഞത് ആ റീപ്ലേസ്മെൻറ്റ് പ്രോപ്പറായി വന്നില്ല. നേരത്തെ പറഞ്ഞ പ്ലേയേഴ്സൊക്കെ റീപ്ലേസ്മെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയില്ല. പക്ഷേ മൊറോക്കോ കഴിഞ്ഞ വേൾഡ് കപ്പ് എന്താണോ അതിലും കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊന്നും ബ്രാഹിം ഡിയാസ് ആണ് ആഫ്കോൺ കപ്പിലെ ടോപ്പ് ഗോൾ സ്കോറർ എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൊറോക്കോയുടെ ആ ഒരു സ്ട്രെങ്ത്ത്, ഡിഫൻസിലുള്ള സ്ട്രെങ്ത്ത് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ബ്രസീലിൻ്റെ വിങ്ങേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ആരായിരിക്കും വിന്നർ എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു സ്കോർ പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് ബി യുവർ ആൻസർ? സ്കോർ പറയാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിന് നാണക്കേട് കയ്യിലുണ്ട്. പക്ഷേ മാച്ച് എന്തായാലും ഒരു ടൈറ്റ് മാച്ച് ആയിരിക്കും. നമുക്ക് ആ ഉറക്കൊഴിയുന്നത് നഷ്ടമാവില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നാലൊരു ഭയങ്കര ഹൈ സ്കോറിംഗ് മാച്ച്, ജസ്റ്റ് 1 ഗോൾ ഡിഫറൻസിലായിരിക്കും ഏത് ടീം ജയിക്കാൻ. 1 ഗോൾ ഡിഫറൻസ്. ഫസീലിന്റെ ഒരു ഓപ്ഷൻ എന്താണ്? സ്വാഭാവികമായിട്ടും ഒരു ബ്രസീലിന് മൊറോക്കോയോട് കളിച്ചു തുടങ്ങുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. കാരണം ആ ഗ്രൂപ്പിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ടീമിനെ ഫസ്റ്റ് മാച്ചിലേക്ക് കിട്ടി. അപ്പോൾ ആ കളിയുടെ സ്കോർ എന്തായിരിക്കും എന്നുള്ളതനുസരിച്ച് ബാക്കി മത്സരങ്ങൾ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് മാച്ച്, ഒരുപക്ഷെ മൊറോക്കോ ബ്രസീൽ എന്നുള്ളത് ഒരു അവസാന മത്സരമൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗ്രൂപ്പിലെ ചാമ്പ്യനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഹൈ ഇൻറ്റൻസിറ്റി പോരാട്ടം അതായേനെ. എന്നിരുന്നാലും കൂടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈ സ്കോറിംഗ് മാച്ച് ഒന്നും സാധ്യതകളില്ല. കാരണം നമുക്കറിയാം ബ്രസീലിൻ്റെ ഡിഫൻസിന് നമ്മൾ എത്ര പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള മിഡ്ഫീൽഡിനെ വെച്ച് അൻസ്ലോട്ടി എന്നുള്ള പ്ലെയറിന് ആ ഒരു ടീമിനെ മാനേജ് ചെയ്യാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മളൊക്കെ പറയും പോലെയാണ് അൻസ്ലോട്ടിയുടെ കേസ്. കാരണം ഓൾ ഓഫ് എ സഡൻ ഉള്ള പ്ലെയേഴ്സിനെ വെച്ച് കിരീടം നേടിയ ഒരു ചരിത്രമൊക്കെ ക്ലബ് ഫുട്ബോളിൽ ഒരുപാടുണ്ട്. അപ്പം ആ രീതിയിൽ ഉള്ള പ്ലെയേഴ്സിനെ വെച്ചിട്ട് നന്നായി കളിക്കാൻ ബ്രസീലിനെ കൊണ്ട് അല്ലെങ്കിൽ അൻസ്ലോട്ടിയെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് അറിയാം. അതുപോലെ തന്നെയാണ് മൊറോക്കോയുടെ കേസും. ഈ ഒരു ടീമിനെ മറികടന്ന് പെട്ടെന്നൊന്നും ബ്രസീലിന് ഗോൾ നേടാനും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1 ഗോൾ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു 2 ഗോൾ ഡിഫറൻസ്, പരമാവധി ഒരു 3 ഗോളൊക്കെ പറക്കുന്ന ഒരു 2-1 ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സ്കോർ. എനി സൈഡ് 2-1 എന്നുള്ളത് ഒരു എനി സൈഡിലാണ്. കാരണം സ്വാഭാവികമായിട്ട് നമുക്കറിയാം 2 ടീമും ഒരേപോലെ എബിലിറ്റി ഉള്ള പ്ലെയേഴ്സാണ്. 2 ടീമിനും യൂറോപ്യൻ എക്സ്പോഷറുള്ള പ്ലെയേഴ്സ് ഒരുപാടുണ്ട്, മറ്റ് ലീഗുകളിലെ എക്സ്പോഷറുള്ള പ്ലെയേഴ്സുണ്ട്. നോൺ ലോക്കൽ പ്ലെയേഴ്സ് മാത്രമല്ല. മുമ്പ് മൊറോക്കോക്കൊക്കെ ഉണ്ടായിരിക്കും ഒരു പക്ഷേ ലോക്കൽ പ്ലെയേഴ്സ് ആയിരിക്കും. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽക്ക് ഇങ്ങോട്ടേക്ക് ഒരുപാട് എക്സ്പോഷറുള്ള പ്ലെയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2-1 എനി സൈഡ്, ഒരു 1 ഗോൾ ഡിഫറൻസ് ആണെങ്കിൽ കൂടി 2-1 എന്നുള്ളൊരു സ്കോർ, ക്ലീൻ ഷീറ്റിനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ഒരു മത്സരത്തിൽ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ 1 ഗോൾ ഡിഫറൻസിലാണ് ഏത് ടീം ജയിക്കുകയാണെങ്കിലും ചാൻസ് കാണുന്നത്. സോ ഉറക്കൊഴിച്ച് കാണുന്നത് വേസ്റ്റ് ആവില്ല എന്ന് പ്രതീക്ഷിക്കാം.